നമസ്കാരം. ജനാധിപത്യം എന്ന മഹത്തായ പ്രക്രിയയെ എങ്ങനെ പരമാവധി ദുരുപയോഗപ്പെടുത്താം, എങ്ങനെ പരമാവധി ചൂഷണം ചെയ്യാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വരെ വോട്ടർമാർ രാഷ്ട്രീയക്കാർക്ക് ദൈവങ്ങൾ. വോട്ട് വാങ്ങി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വോട്ടർമാർ വെറും അടിമകൾ. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി, ഔദ്യോഗിക വാഹനം, മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും സ്വദേശത്തും വിദേശത്തുമുള്ള ചികിത്സ, പ്രൈവറ്റ് സെക്രട്ടറി മുതൽ കുശിനിക്കാരൻ വരെയുള്ള പരിചാരക വൃന്ദം, അവർക്ക് ആജീവനാന്ത പെൻഷനും ചികിത്സാ ചെലവും, പല കാരണങ്ങൾ പറഞ്ഞുള്ള വിദേശയാത്രകൾ, അങ്ങനെ പോകുന്നു. വോട്ടർമാർ വരി നിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ചു വിടുന്ന രാഷ്ട്രീയ നാടുവാഴികളുടെ ആനുകൂല്യങ്ങൾ. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് കോടിക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്ന് മുടക്കി പരസ്യം ചെയ്തിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ചികിത്സയ്ക്കായി പോയത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ. നിസ്സാരമായൊരു രോഗത്തെ പെരുപ്പിച്ചു കാട്ടി പിണറായി വിജയൻ പൊതു ഖജനാവിൽ നിന്ന് തട്ടിയത് കോടികൾ. അതേക്കുറിച്ച് പിന്നീട് പറയാം. ഇപ്പോൾ പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൊതു ഖജനാവിൽ നിന്ന് ചികിത്സയ്ക്കായി പൊടിച്ച കോടികളെക്കുറിച്ചാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവുകൾക്കായി പൊതു ഖജനാവിൽ നിന്ന് ചെലവായത് 2,44,06,582 രൂപയാണ്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചികിത്സയ്ക്കാണ് ഏറ്റവും കൂടുതൽ തുക ചിലവായത്, 93,24,000 രൂപ. ഇതിൽ 88,18,000 രൂപയും ചിലവാക്കിയത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ്. മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായി ചിലവാക്കിയത് കെ കൃഷ്ണൻകുട്ടി, 48,69,000 രൂപ. തൊട്ടുപിന്നിൽ 33,48,000 രൂപയുമായി വി ശിവൻകുട്ടിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആർ ബിന്ദു ചികിത്സയ്ക്കായി ചെലവഴിച്ചത് 10,03,593 രൂപയാണ്. വി എൻ വാസവൻ 9,67,000 രൂപയും കടന്നപ്പള്ളി രാമചന്ദ്രൻ 8,08,000 രൂപയും വി അബ്ദുറഹ്മാൻ 7,60,000 രൂപയും ആന്റണി രാജു 6,41,000 രൂപയും എ കെ ശശീന്ദ്രൻ 5,94,000 രൂപയും എം ബി രാജേഷ് 4,98,000 രൂപയും അഹമ്മദ് ദേവർകോവിൽ 4,20,000 രൂപയും കെ എൻ ബാലഗോപാൽ 2,33,000 രൂപയും എം വി ഗോവിന്ദൻ 2,22,000 രൂപയും കെ രാജൻ 1,85,000 രൂപയും ജെ ചിഞ്ചുറാണി 1,42,000 രൂപയും റോഷി അഗസ്റ്റിൻ 1,29,000 രൂപയും ജി ആർ അനിൽ 1,24,000 രൂപയും ചികിത്സയ്ക്കായി പൊതു ഖജനാവിൽ നിന്നു കൈപ്പറ്റി. കെ രാധാകൃഷ്ണൻ 99,129 രൂപയും പി എ മുഹമ്മദ് റിയാസ് 18,135 രൂപയും ചികിത്സയ്ക്കായി ചെലവാക്കി. ഏറ്റവും കുറഞ്ഞ തുക ചെലവാക്കിയത് സജി ചെറിയാനായിരുന്നു, 12,096 രൂപ. അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ വി ഡി സതീശനെ ചികിത്സിച്ച വകയിൽ പൊതു ഖജനാവിൽ നിന്നു ചെലവായത് 6,45,000 രൂപയാണ്. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് 1,19,000 രൂപ ചികിത്സയ്ക്കായി ചെലവാക്കി. വീണ ജോർജ്, പി പ്രസാദ്, ഒ ആർ കേളു, കെ ബി ഗണേഷ് കുമാർ, പി രാജീവ് എന്നീ 5 മന്ത്രിമാർ ചികിത്സയ്ക്കായി 1 രൂപ പോലും പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടില്ല. ഇത്രയധികം രൂപ ചികിത്സയ്ക്കായി ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്ക വിധം മണ്ടന്മാരല്ല മലയാളികൾ. എഴുന്നേറ്റു നിൽക്കാൻ വയ്യെങ്കിലും പിണറായി വിജയനും കടന്നപ്പള്ളിയും എ കെ ശശീന്ദ്രനുമൊക്കെ വീണ്ടും മത്സരിച്ചതും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ചികിത്സ കിട്ടാതെ പാവപ്പെട്ടവൻ ആശുപത്രി വരാന്തയിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ച നാടാണിത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വേണ്ടി കോടികൾ ചെലവാക്കിയത് എന്നുകൂടി അറിയണം. ഇത് കരിങ്കല്ലുടച്ചും മീൻ വിറ്റും എച്ചിൽ പാത്രം കഴുകിയും ഓട്ടോറിക്ഷ ഓടിച്ചും ഭാഗ്യക്കുറി വിറ്റുമൊക്കെ ജീവിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണമാണ്. ആ പണമാണ് ഇങ്ങനെ തട്ടിക്കുന്നത്. സാധാരണക്കാരൻ്റെ ജീവനില്ലാത്ത ഒരു പരിഗണനയും ഭരിക്കുന്നവനും വേണ്ട എന്ന് ഇവരെയൊക്കെ വോട്ട് കുത്തി ആ കസേരയിൽ കയറ്റിയിരുത്തിയ നമ്മൾ വോട്ടർമാർ തീരുമാനിക്കണം. ഇത്തരം തോന്നിയാസങ്ങളെ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകണം. എന്നാലേ ഇതിനൊക്കെ ഒരു മാറ്റം വരൂ.